ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ സാധാരണ വാങ്ങിക്കഴിക്കാറുള്ള ഓമപ്പൊടിയാണ്. അപ്പോൾ ഇത് കടയിലൊന്നും വാങ്ങിക്കഴിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരു 10 മിനിറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണത്. നമ്മുടെ ഈ ഓമപ്പൊടി നല്ല ക്രിസ്പിയും അതേസമയം നല്ല സ്വാദും ഉണ്ട്. കഴിക്കാൻ ചായക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. മാത്രമല്ല ഇത് ചാട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ വരും, അതും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കൂ. ഞാൻ എന്താ സ്റ്റൗവിൽ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓമം ഇടുകയാണ്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ലൊരു വാസന വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ അതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് അതേപോലെ തന്നെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്താണത്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. നമുക്കിത് ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റില്ല, കാരണം അത് സേവനാഴിയുടെ ചില്ലുണ്ടല്ലോ അതിൽ ചെന്ന് അടയും, പിഴിയാൻ കിട്ടില്ല ശരിക്ക്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കടലമാവ് ഇടുകയാണ്. കൂടെ തന്നെ അരിപ്പൊടി, പിന്നെ വേണ്ടത് ഉപ്പ്, പിന്നെ നല്ലൊരു കളർ കിട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി, വെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് ചൂടായ എണ്ണയാണ്, നല്ല ക്രിസ്പിയായി കിട്ടാനാണ്. പിന്നെ നമ്മുടെ ഈ റെസിപ്പിയുടെ മെയിൻ ഹൈലൈറ്റ് ഓമപ്പൊടിയുടെ വെള്ളം, അത് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് കുഴച്ചെടുക്കണം. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത്, ഇതെപ്പോഴും പറയാറുള്ള പോലെ തന്നെയാണ് പറയണത്. ഈ ഒരു പരുവത്തിലാവണം മാവ്. നമ്മൾ ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ ഒരുപാട് മുറുക്കിനൊക്കെ ചെയ്യണ പോലെ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു പരുവത്തിലായിരിക്കണം മാവ് ഉണ്ടാവേണ്ടത്. ഓമപ്പൊടിക്ക് വളരെ ചെറിയ ഹോൾസുള്ള ചില്ലാണ് എടുക്കേണ്ടത്. ഏറ്റവും ചെറുതായിട്ട് കിട്ടുമല്ലോ നമുക്ക്, അതാണ് എടുക്കേണ്ടത്. എന്നാലേ കടയിൽ കിട്ടുന്ന അതേപോലെയുള്ള ഓമപ്പൊടി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല വലുപ്പത്തിൽ വരും. ഇതിൻ്റെ അടുത്ത ചില്ലെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഇടിയപ്പ പ്രസ്സിൽ നന്നായിട്ട് ഉൾവശത്ത് എണ്ണ തടവിയിട്ടുണ്ട്. അതിന് ശേഷം മാവിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് ഡയറക്റ്റായിട്ട് പിഴിഞ്ഞെടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഒരുപാട് ചൂടാവാൻ പാടില്ല. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളറ് മാറിപ്പോകും നമ്മൾ ഇട്ട് കഴിഞ്ഞതും. ആദ്യം ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് നന്നായി തുടച്ചെടുത്താണ്. നമ്മൾ ആദ്യം എന്തിനാണ് അത് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത തവണ ഓമപ്പൊടി ഇടുന്ന സമയത്ത് ആ ഓമപ്പൊടിയിലൊക്കെ കറിവേപ്പിലയുടെ മണം ഉണ്ടാവും, അതിനാണ്. ഇനി ഇതിലേക്ക് ഡയറക്റ്റായി ഇതങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. 3-4 വട്ടം വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് മേലായിട്ടുണ്ടെങ്കിൽ ഉള്ളൊന്നും പിന്നെ ശരിക്കും വേവില്ല. ഇത് അധികം നേരമാവില്ല. അധികം ആകുമ്പോഴേക്കും നമുക്ക് മറിച്ചിടാതെ നമുക്ക് എടുക്കാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം മറിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് പതിവ്. ഇതാ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഓമപ്പൊടി റെഡി ആയിട്ടുണ്ട്. എൻ്റെ മോൻ്റെ ഫേവറേറ്റാണത്, അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് ആറിയ ശേഷം കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് നല്ല എയർ ടൈറ്റായിട്ടുള്ള ഡബയിലിട്ട് വെച്ചാൽ മതി. കുറേ നാളത് ഇരിക്കും. കുറേ നാളൊന്നും ഇരിക്കില്ല കേട്ടോ, പെട്ടെന്ന് ചിലവായി പോവും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ഞാൻ ഒന്നെടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, അത്രയും ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഓമപ്പൊടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ മാക്സിമം അത് ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. താങ്ക് യു ഓൾ.